ഇറാൻ അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമാണ് അറാഷ് ഇ കമാൻഗീർ. പേർഷ്യൻ പുരാണത്തിലെ വീരനായ ഒരു അമ്പെയ്ത്തുകാരൻ്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തിക്ക് സമീപം നിരീക്ഷണം നടത്തുന്ന വിദേശ ഡ്രോണുകളെയും ചാരവിമാനങ്ങളെയും കണ്ടെത്തി തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഇറാൻ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിന് സമീപം വെച്ച് അമേരിക്കയുടെ അത്യാധുനിക നിരീക്ഷണ ഡ്രോണായ MQ-9 റീപ്പർ ഈ സിസ്റ്റം ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടതോടെയാണ് ഈ സംവിധാനത്തെക്കുറിച്ച് ലോകമറിയുന്നത്. ഇതെങ്ങനെയാണ് MQ-9 റീപ്പർ ഡ്രോണുകളെ വീഴ്ത്തുന്നത്? അമേരിക്കയുടെ ഏറ്റവും ശേഷിയുള്ളതും 250 കോടി രൂപയോളം വില വരുന്നതുമായ ഡ്രോണാണ് MQ-9 റീപ്പർ. വളരെ ഉയർന്ന ഉയരത്തിൽ പറക്കാനും റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ഒതുങ്ങി മാറാനും ഇതിന് കഴിയും. എന്നാൽ ഇതിനെ വീഴ്ത്താൻ അറാഷ് സിസ്റ്റം ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് സ്റ്റെൽത്ത് ഡിറ്റക്ഷനാണ്. റഡാറുകളെ വെട്ടിച്ച് പറക്കുന്ന വിമാനങ്ങളെയും ഡ്രോണുകളെയും കണ്ടെത്താനുള്ള പ്രത്യേകം സെൻസറുകളും ഹിഡൻ കേപ്പബിലിറ്റിയും അറാഷ് സിസ്റ്റത്തിനുണ്ട്. സാധാരണ വ്യോമ പ്രതിരോധ റഡാറുകളുടെ സിഗ്നലുകൾ തിരിച്ചറിഞ്ഞ് ശത്രു വിമാനങ്ങൾ ജാമിംഗ് നടത്താറുണ്ട്. എന്നാൽ അറാഷ് സിസ്റ്റത്തിന് തങ്ങളുടെ സാന്നിധ്യം പുറത്തറിയിക്കാതെ തന്നെ റീപ്പർ ഡ്രോണിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തേതിന്റെ പ്രത്യേകത ലോ കോസ്റ്റ് മൊബൈൽ ഡിസൈനാണ്. വലിയ റഡാർ സ്റ്റേഷനുകൾക്ക് പകരം എളുപ്പത്തിൽ ഒളിപ്പിക്കാനും വേഗത്തിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനും കഴിയുന്ന മൊബൈൽ ലോഞ്ചറുകളാണ് ഇറാൻ ഇതിനായി ഉപയോഗിക്കുന്നത്. ഇത് ശത്രുക്കൾക്ക് ഈ സിസ്റ്റത്തെ മുൻകൂട്ടി കണ്ടെത്തി നശിപ്പിക്കുന്നതിന് പ്രയാസകരമാക്കുന്നു. ആകാശത്ത് കാത്തു നിൽക്കുന്ന ഇന്റർസെപ്റ്ററുകളാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അറാഷ് സിസ്റ്റത്തിൽ നിന്നുള്ള മിസൈലുകൾ അല്ലെങ്കിൽ ഇന്റർസെപ്റ്റർ ഡ്രോണുകൾക്ക് അന്തരീക്ഷത്തിൽ കുറച്ച് സമയം കാത്തുനിന്ന് പറക്കാൻ വെയിറ്റ് അപ്പ് ഇൻ ദ എയർ എന്ന സംവിധാനമുണ്ട്. ശത്രു ഡ്രോൺ തങ്ങളുടെ പരിധിയിൽ എത്തുമ്പോൾ ഇവ പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയും സ്വയം പൊട്ടിത്തെറിച്ച് ഒരു സൂയിസൈഡ് മോഡ് പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. കോടികൾ വില വരുന്ന MQ-9 റീപ്പർ ഡ്രോണുകളെ വീഴ്ത്താൻ ഇറാൻ ഉപയോഗിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ മിസൈലുകളും ആൻറ്റി ഡ്രോൺ സാങ്കേതിക വിദ്യയുമാണ്. വലിയ സാങ്കേതിക തികവുള്ള യുദ്ധവിമാനങ്ങളെക്കാൾ ഇത്തരം ലളിതമായ സംവിധാനങ്ങൾ വലിയ പ്രതിരോധം തീർക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ തെളിയിക്കുന്നു. ഇറാന്റെ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച അമേരിക്കയുടെ ഏറ്റവും മാരകമായ നിരീക്ഷണ ആക്രമണ ഡ്രോണുകളെയാണ് അറാഷ് വെടിവെച്ചിട്ടത്. റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത അമേരിക്കയുടെ അഭിമാനമായ ഡ്രോൺ ഹോർമുസ് കടലിടുക്ക് സമീപമുള്ള ദ്വീപിന് മുകളിലൂടെ പറക്കുമ്പോഴാണ് അറാഷ് ഇതിനെ തകർത്തത്. അമേരിക്കയുടെ മറ്റൊരു പ്രമുഖ നിരീക്ഷണ ഡ്രോണായ MQ-1 ഇതേ സമയം ഇറാന്റെ പ്രതിരോധ വലയത്തിൽപ്പെട്ട് തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയെപ്പോലും നിഷ്പ്രഭമാക്കാൻ ഇതിന് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. പരീക്ഷണ ഘട്ടങ്ങൾക്ക് ശേഷം ഒരു യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ അറാഷ് ഇ കമാൻഗീർ ആദ്യമായാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഇറാൻ തകർന്ന ഡ്രോണുകളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടെങ്കിലും തങ്ങളുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന വാദവുമായി അമേരിക്ക ഈ വാർത്തകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ വികസിപ്പിച്ചെടുത്ത ഇത്തരം ആയുധങ്ങൾ വൻ ശക്തികൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള യുദ്ധ സാഹചര്യങ്ങളിൽ സാങ്കേതിക വിദ്യയിലൂന്നിയ ഇത്തരം രഹസ്യ ആയുധങ്ങൾ നാളത്തെ യുദ്ധങ്ങളുടെ ഗതി നിർണ്ണയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.